SNDP ആസ്ഥാനം ഇപ്പോഴും ജപ്തിയിലാണ്. ഇതിന് പിന്നിലെ നിജസ്ഥിതി എന്താണെന്ന് ഈ നാട്ടിലെ ആളുകൾക്ക്, പ്രത്യേകിച്ച് ഈഴവർക്ക് അറിയാൻ അവർ ബാധ്യസ്ഥരാണ്. പക്ഷെ അത് മറച്ചു വെക്കുകയാണ് പല മാധ്യമങ്ങളും. ഇതൊന്നും പുറത്തു കൊണ്ടുവരുന്നില്ല. എന്താണ് ഈ ഒരു ജപ്തിയിലേക്ക് SNDP ആസ്ഥാനം വരാനുണ്ടായ കാരണം? എന്താണ്? ഈ 15,85,00,000 രൂപയുടെ ഒരു വലിയ തിരിമറി നടന്നിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ പിന്നിലേക്കുള്ള കാരണം? വെള്ളാപ്പള്ളി തന്നെയാണോ? ഗൗതം ഒരു ദുഃഖകരമായ ചോദ്യമാണ് ചോദിക്കുന്നത്. എന്നെ സംബന്ധിച്ചോളം ഈ നാട്ടിലെ ഈഴവ സമുദായം, അതായത് 35 ലക്ഷത്തിൽ മേൽ അംഗങ്ങളുണ്ട് SNDP എന്നാണ് പറയപ്പെടുന്നത്. അവരുടെ ഏറ്റവും വേദനാജനകമായ കാര്യമാണ് ഇപ്പോൾ ഗൗതം ചോദിച്ചത്. അതും എനിക്ക് പറയാനുള്ള കേരളത്തിലെ മാധ്യമങ്ങൾ ഇതേവരെ ശ്രദ്ധയ്ക്ക് കൊണ്ടുവരാത്തൊരു വിഷയമാണ്. SNDPക്കാരുടെ ശിവഗിരി കഴിഞ്ഞാൽ ഈഴവ സമുദായത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലമാണ് കൊല്ലത്തെ SNDP യോഗത്തിൻ്റെ ആസ്ഥാന മന്ദിരം. ദൗർഭാഗ്യവശാൽ വെള്ളാപ്പള്ളി വന്നതിന് ശേഷം ആസ്ഥാന മന്ദിര യോഗം കൂടാറില്ലെങ്കിൽ പോലും എല്ലാ SNDPക്കാരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ കാണുന്ന ഗുരുദേവനിരുന്ന കസേരയും, ഗുരുദേവനും കുമാരനാശാനൊക്കെ ഇരുന്ന കസേരയും ആസ്ഥാന മന്ദിരമാണ് SNDPയുടെ കൊല്ലം. ഈ ആസ്ഥാന മന്ദിരത്തിൻ്റെ കവാടത്തിൽ 2016 ഫെബ്രുവരി മാസം 15-ാം തീയതി കൊല്ലം മുണ്ടയ്ക്ക വില്ലേജ് ഓഫീസിലെ ഒരു സാധാ വില്ലേജ് മാൻ കൊണ്ട് ഈ ജപ്തി നോട്ടീസ് പതിച്ചു. 95 ആണെന്ന് എനിക്ക് തോന്നുന്നു. 95 ശിവഗിരിയിൽ പോലീസ് കയറിയപ്പോൾ കേരളം കത്തിയായിരുന്നു. കാരണം കേരളത്തിലെ ഈഴവരുടെ ആത്മീയ ചൈതന്യമായ ശിവഗിരി മഠത്തിൽ കേസിൻ്റെ ഹൈക്കോടതി ഉത്തരവിൻ്റെ പേരിലാണ് പോലും പോലീസ് കയറിയപ്പോഴത്തെ കേരളത്തിലെ ഈഴവനെ വേദനിപ്പിച്ചു. വെള്ളാപ്പള്ളി, നിങ്ങൾ നേരത്തെ ഒരു ചോദിച്ചു, വെള്ളാപ്പള്ളി നടേശന് വന്നിട്ട് ഇത് പ്രതികരിക്കേണ്ട ആരാണ്? കേരളത്തിൽ ഈഴവരാണ്. ഈ കാര്യം വെള്ളാപ്പള്ളി നടേശൻ തമസ്കരിച്ചു. കാരണം എന്താണ്? ഈ വിഷയം ജനങ്ങൾ അറിയണ്ടേ? SNDP യോഗത്തിൻ്റെ ആസ്ഥാന മന്ദിരത്തിൽ ഏതെങ്കിലും ഒരു സാധാ വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ ഒരു സർക്കാർ, ഒരു കളക്ടർ അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ അത് ഇവിടുത്തെ ഈഴവൻ്റെ മനസ്സിൽ വികാരമുണ്ടാകേണ്ടതല്ലേ? കോളേജ് ഏതോ ഒരു പേരില്ലാത്ത മഹാകവി വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് ആക്ഷേപം പറഞ്ഞ നാട് മുഴുവൻ ഇവിടെ മുഴുവൻ പ്രതിഷേധം നടന്നു. എന്നാൽ SNDP യോഗത്തിൻ്റെ ആസ്ഥാന മന്ദിരത്തിൽ 2016 ഫെബ്രുവരി 15-ാം തീയതി മുണ്ടക്കൽ വില്ലേജ് ഓഫീസർ കടന്നു കയറി 585 നമ്പർ 500 കട്ടടത്തിൽ പതിച്ച നോട്ടീസിൻ്റെ കോപ്പി നിങ്ങളെ ഞാൻ തരാം. ഈ കാര്യം പുറം ലോകം അറിഞ്ഞിട്ടുണ്ട്. ആ ജപ്തി ഇപ്പോഴും നിൽക്കണം. എന്താ വെള്ളാപ്പള്ളി നടേശൻ മിണ്ടാത്തതിൻ്റെ കാരണം എന്താ? ഈ ജപ്തി എന്തിനു വേണ്ടി? അവിടെയും കൂടെ പഠിക്കണം. അതായത് മണ്ഡല കമ്മീഷൻ ശുപാർശ പ്രകാരം തൊഴിൽ സംവരണം കിട്ടിയെന്ന് നമുക്കറിയാം. അതിന് പുറമെ VP സിംഗിൻ്റെ ഗവൺമെൻറ് കാലത്ത് ഈ പിന്നോക്ക ജാതിയിൽപ്പെട്ട പാവങ്ങൾക്ക് കൈത്തൊഴിൽ ചെയ്ത് വരാൻ വേണ്ടി ഒരു വായ്പ കൊടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചു. അത് സംസ്ഥാനത്തെ പിന്നോക്ക കോർപ്പറേഷൻ മുഖാന്തരമാണ് നടപ്പാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഈ പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട സംഘടനകൾ, SNDP പോലുള്ള സംഘടനകളെ ഒരു നോഡൽ ഏജൻസിയായിട്ട് കണക്കാക്കിക്കൊണ്ട് പൈസ കൊടുക്കുവാൻ. അങ്ങനെ SNDPക്ക് 3 ഗഡുവിലായി 15,85,00,000 രൂപ കിട്ടി. ഈ പൈസ SNDPയും പിന്നോക്ക കോർപ്പറേഷനും പരസ്പരം ഒരു കരാർ ഉണ്ടാക്കി. ഈ കരാറിൽ പറയേണ്ടതായിരുന്നു പ്രകാരം ഈ പൈസ പാവങ്ങൾക്ക്, ദാരിദ്ര്യപ്പെട്ട പാവങ്ങൾ, SNDPക്ക് ഒരുപാട് ഇതുപോലെ SH ഗ്രൂപ്പുകളുണ്ട്, ആ ഗ്രൂപ്പുകളിൽപ്പെട്ട പാവങ്ങൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടി കൊടുത്താണ്. അവർക്ക് ഉപജീവനാർത്ഥം എന്തെങ്കിലും കൈത്തൊഴിൽ ജീവിക്കാൻ വേണ്ടിയാണ് പൈസ കൊടുക്കുന്നത്. ഈ പൈസ കിട്ടിയപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ എന്താ ചെയ്തത്? ഈ പൈസ വാങ്ങി ഈ ഏറ്റവും കൂടുതൽ പട്ടിണി പാവങ്ങൾ ജീവിക്കുന്ന ഒരു സമുദായമാണ് ഈഴവ സമുദായം. കഞ്ഞിക്കരി വകയില്ലാത്ത നിരവധി ആൾക്കാർ കുടുംബത്തിലുണ്ട്. അവരെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര പദ്ധതിയാണ്. ഈ പദ്ധതി വെള്ളാപ്പള്ളി നടേശൻ കൊടുക്കുന്നതിന് ഇദ്ദേഹം എന്താ ചെയ്ത്? ഈ പൈസ കിട്ടിയപ്പോൾ ഗർഭിണി പിടിച്ച പുള്ളി ചക്കക്കൂട്ടാൻ കിട്ടിയ പോലെ വെള്ളാപ്പള്ളി നടേശന് കാശ് വാങ്ങിയിട്ട് സകല ബാറുകാർക്കും തോന്നിയ പലിശയും കൊടുത്ത് ഇഷ്ടം പോലെ അവിടെ കൊടുത്ത് ഇവിടെ കൊടുത്ത് എല്ലാം കൊടുത്ത് കുറേ യോഗ മാങ്ങ കൊടുത്ത് ആകെ നാശമാക്കി. ബഹുമാനപ്പെട്ട അന്നത്തെ സത്യം ഇതൊക്കെ പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയാൻ ഒരേ ഒരു വ്യക്തി, അദ്ദേഹം മരിച്ചുപോയി എന്നൊരു സങ്കടം അന്ന് ശ്രീമാൻ VS അച്യുതാനന്ദൻ, അദ്ദേഹം ഇത് കണ്ടപ്പോൾ അദ്ദേഹം ചോദിക്കാൻ തയ്യാറായി. അന്നും ഇതുപോലെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനപ്പോൾ ആരും ഇതിന് തയ്യാറായില്ല. ഇന്നൊരു സതീശൻ പറഞ്ഞിട്ട് അനുഭവം നിങ്ങൾ കണ്ടല്ലോ. അന്ന് VS അച്യുതാനന്ദൻ ഒരു ചോദ്യം ചെയ്ത് പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് കേസ് കൊടുത്തപ്പോഴത്തേക്ക് VS അച്യുതാനന്ദൻ പരാതി കൊടുത്തപ്പോഴത്തേക്ക് വെള്ളാപ്പള്ളി നടേശൻ എന്ത് ചെയ്തു? ഒരു 2700 സംഘങ്ങളുടെ ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ ഇവിടെയും കുറേ പേര് ഇവിടെ കൊടുത്തതിന് അവിടെ എല്ലാം പരസ്പരം ചേർത്തുകൊണ്ട് ലിസ്റ്റ് കൊണ്ട് കൊടുത്തു. അത് അന്വേഷിച്ച് വിജിലൻസ് കമ്മീഷൻ പരിശോധിച്ചപ്പോൾ മനസ്സിലായി ഇതെല്ലാം വ്യാജ സംഘങ്ങളാണെന്ന് മനസ്സിലായി. കാരണം വെള്ളാപ്പള്ളി നടേശൻ ഈ വെട്ടിപ്പിച്ച പൈസ നേരെയാക്കാൻ വേണ്ടി കൊടുത്തതാണ്. അപ്പോൾ കേസ് ചാർജ് ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് അന്ന് വെള്ളാപ്പള്ളി നടേശനെതിരെ കേസ് ചാർജ് ചെയ്തിട്ട് പറഞ്ഞു അന്ന് ഔട്ട്സ്റ്റാൻഡിങ് അടക്കാനുള്ള 3,60,40,550 രൂപ. ഈ പൈസ ഈടാക്കാൻ വേണ്ടിയാണ് ഈ പിന്നോക്ക കോർപ്പറേഷൻ വെള്ളാപ്പള്ളി കത്ത് കൊടുത്തു. അദ്ദേഹം തന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു? നേരെ കുറിച്ച് കൊല്ലം കളക്ടർക്ക് ഈ പൈസ റവന്യൂ റിക്കവറി ഈടാക്കാൻ വേണ്ടി കത്ത് കൊടുത്തു.
ആ കത്ത് കൊണ്ട് വന്ന് ആ വില്ലേജ് ഓഫീസർ വന്നപ്പോൾ ഇദ്ദേഹം കൈപ്പറ്റിയില്ല. കൈപ്പറ്റാതെ വന്നപ്പോഴത്തേക്കാണ് വില്ലേജ് ഓഫീസർ, ഞാൻ ഈ പരിഭാവനമായി SNDP യോഗത്തിൻ്റെ ഓഫീസിൻ്റെ മുഖകവാടത്തിൽ കടന്നു കയറി, ഞാൻ കോപ്പി തരാൻ, കടന്നു കയറി ആ ഭിത്തിയിൽ പതിച്ചത്. ഇതൊരു മനുഷ്യൻ അറിഞ്ഞിട്ടില്ല. ജപ്തി ഇപ്പോഴും തുടരുകയാണോ? ആ ജപ്തി അങ്ങനെ വന്നപ്പോൾ വെള്ളാപ്പള്ളി നരസിംഹ നേരെ ഇത് ശരിക്കും പറയുന്നത്, ഞാൻ ചോദിച്ചില്ലേ, ഒരു കോളേജ് കിട്ടില്ല നമ്മുടെ ഇവിടെ, അല്ലെങ്കിൽ ഒരാൾ വെള്ളാപ്പള്ളി നരസിംഹൻ്റെ എന്താ പടത്തിൻ്റെ പുറത്ത് കരിയോലൊഴിക്കുമ്പോൾ ഇവിടെ രാജ്യം ഭയങ്കര പ്രകടനം നടത്തി. SNDP യോഗത്തിന്റെ ആസ്ഥാനത്ത് കടന്നു കയറി ജപ്തി ഓടിച്ച് പഠിച്ചിട്ട് ജനങ്ങൾ ഏതെങ്കിലും SNDP-ക്കാരും, നിങ്ങൾ നേരത്തെ ചോദിച്ചല്ലോ SNDP-ക്കാർ പ്രതികരിക്കാൻ തോന്നുന്നു, എന്താ ഈ പ്രതികരിക്കാൻ ഞാൻ തരാം? ആരെങ്കിലും അറിഞ്ഞു? നിങ്ങൾ ഏതെങ്കിലും മാധ്യമങ്ങളൊന്ന് ചോദിച്ചോ? അതിന്റെ ഫലമായി വെള്ളാപ്പള്ളി നരസിംഹൻ നേരെ പോയിട്ട് രാജംബാബുവിനെ കൊണ്ട് ഒരു ഹൈക്കോടതിയിൽ ഒരു റിട്ട് കൊടുത്ത് 3515 ബാർ 3515/2016 ഇപ്പോൾ ഹൈക്കോടതി ഉണ്ടാക്കിയ കേസ് ഒരു സ്റ്റേയും കിട്ടി. നമ്മുടെ നാട്ടിൽ പോലെ സ്റ്റേ കിട്ടി കഴിഞ്ഞാൽ പിന്നെ അതിനെ പറയാം അതാരാണ് ഈ സ്റ്റേ വെക്കേറ്റ് പൈസ ഈടാക്കേണ്ട ആരാണ്? സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ പിന്നോക്ക കോർപ്പറേഷൻ. ഇവർ രണ്ടുപേരും പോയിട്ടില്ല. ഇവർ രണ്ടുപേരും ഈ കോടതി സ്റ്റേ വെക്കേറ്റ് ചെയ്യാൻ ഇപ്പം നോക്ക്, നിങ്ങൾ അടിച്ചു നോക്കുന്നത് നിങ്ങൾക്കറിയാം AI കാലഘട്ടമാണ്. അടിച്ചു കഴിഞ്ഞാൽ 3515 2016 അടിച്ചു നോക്കുക. ആ കേസ് ഇപ്പോൾ നടപടിയില്ല. പക്ഷേ വെള്ളാപ്പള്ളി പൈസ അടച്ചിട്ടുമില്ല. SNDP ഓഫീസ് ജപ്തിയാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു നിവേദനം കൊടുത്തിട്ടുണ്ട്, കളക്ടർ കൊടുത്തിട്ടുണ്ട്. ഈ ബാക്കി അടയ്ക്കാനുള്ള പൈസ എത്ര അടയ്ക്കാൻ പറ്റും? അവർ ഇന്നുവരെ അവർ പറഞ്ഞിട്ടുണ്ട് ജപ്തി, ഞാൻ വിവരാവകാശം കാണിച്ചിട്ടുണ്ട്, ജപ്തിയിലാണെന്ന് തുകയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പൈസ കിട്ടിയിട്ട് അവർ പറയുന്നില്ല. ഈ പൈസയുടെ പേരിൽ അപ്പോൾ അവർ ഇടയ്ക്ക് പറഞ്ഞിട്ട് കുറേ പൈസ കൊണ്ട് അടച്ചെന്ന് പറയപ്പെടുന്നു. ഏതായാലും അടച്ചു കഴിഞ്ഞാൽ കുഴപ്പം എന്താ? ഈ പൈസ അടച്ചാൽ എന്താ? അടയ്ക്കത്ര അടച്ചാൽ എന്ത് പറ്റും? വെള്ളാപ്പള്ളി നേരെ അകത്തേക്ക് പോകും. കാരണം എന്താണ്? ഇദ്ദേഹത്തിന്റെ ചാർജ് എന്താണ്? പാവങ്ങൾക്ക് കൊടുക്കാതെ സ്വന്തമായി എടുത്തല്ലേ പറഞ്ഞത്. അത് മനസ്സിലായില്ല. വെള്ളാപ്പള്ളി അകത്ത് പോകുന്നു. അതെ, അതായത് ഇത് അങ്ങനെ വന്നപ്പോൾ ഈ കേസിൻ്റെ പേരിൽ ഇപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അന്ന് ഞാൻ ഒന്ന് അത് വിശദമായിട്ട് പറയാം. 2016 അച്യുതാനന്ദൻ്റെ പരാതി അടിസ്ഥാനത്തിൽ അദ്ദേഹം നടക്കാതെ വന്നപ്പോൾ അദ്ദേഹം ഹൈക്കോടതി കേസ് കൊടുത്തു. ആ കേസ് അന്വേഷിച്ച് നീണ്ടുപോയപ്പോഴത്തേക്ക് SNDP സമരസമിതിയിൽ കക്ഷി ചേർന്നുകൊണ്ട് നമ്മൾ നടപ്പാക്കിയപ്പോഴത്തേക്ക് 2024 വിധിയുണ്ടായി. 2024 ഈ അന്വേഷണ കമ്മീഷൻ, അത് നിങ്ങൾ പരിശോധിക്കുക, ആർട്ടിഫിഷ്യൽ AI പരിശോധന കിട്ടും. അത് ആദ്യം അന്വേഷിച്ച ജേക്കബ് തോമസ് ആയിരുന്നു. അദ്ദേഹം അന്വേഷിച്ച് കഴിയുമ്പോൾ 2016 കേസ് ചാർജ് ചെയ്തുകൊണ്ട് വന്നപ്പോഴത്തേക്ക് വെള്ളാപ്പള്ളി നരസിംഹൻ അറസ്റ്റ് ചെയ്യാൻ തീരുമാനമെടുത്തു. അപ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നത്. അദ്ദേഹത്തെ പോയി കണ്ടതായിട്ടൊക്കെ അതിൽ പറയുന്നുണ്ട്. നിങ്ങൾ അടിച്ച് ലിസ്റ്റ് കിടപ്പുണ്ട്. പരിശോധിച്ചപ്പോഴത്തേക്ക് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞ വാചകം എങ്ങനെയായിരുന്നു? നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെന്ന്. അന്ന് മുഖ്യമന്ത്രി ബഹുമാനമൊക്കെ ഉള്ള കാര്യം പറയും. അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെന്ന്. ദൗർഭാഗ്യവശാൽ അന്ന് ജേക്കബ് തോമസ് മാറി, പിന്നീട് ആ കേസ് പോയില്ല. നീണ്ടുപോയപ്പോഴത്തേക്കാണ് അച്യുതാനന്ദൻ കേസ് കൊടുത്തു. ഹൈക്കോടതി വിഭാഗത്തിൽ അന്വേഷിച്ചപ്പോഴത്തേക്ക് 2024 അതിൽ ജസ്റ്റിസ് രവിസാർ ബദറുദ്ദീൻ ബെഞ്ചിലാണ് ഒരു വിധിയുണ്ടായി. ഇതിൽ അന്വേഷണം വന്നപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഹേമന്ത് കൊടുത്ത റിപ്പോർട്ട് പ്രകാരം 21 കേസിൽ വെള്ളാപ്പള്ളി നടേശൻ 1-ാം പ്രതി, 2-ാം പ്രതി MN സോമൻ, പിന്നെ അന്തരിച്ച മഹേശൻ, അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടുത്തെ പിന്നോക്ക കോർപ്പറേഷൻ്റെ MD അടക്കം 4 പ്രതികൾ ചേർത്ത് കേസ് ചാർജ് ചെയ്തു. അതിൽ 120B അടക്കം, അതായത് ഗൂഢാലോചന അടക്കമുള്ള ഗുരുതരമായ നോൺ ബൈലബിൾ വകുപ്പിട്ടാണ് ചാർജ് ചെയ്തത്. ഈ കേസ് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കേസിൽ 2024 21 റിപ്പോർട്ട് കൊടുത്തത്. 21 കേസുകൾ റിപ്പോർട്ട് കൊടുത്തത്. ഈ 17 മാസം കഴിഞ്ഞിട്ടും ഇന്ന് വരെ ആ കേസ് ബന്ധപ്പെട്ട വിജിലൻസ് കോടതി 5/2016, ഈ കേസിൻ്റെ നമ്പർ 5/2016, ഈ കേസ് ബന്ധപ്പെട്ട വിജിലൻസ് കോടതി കൊടുത്ത് കുറ്റപത്രം വായിച്ചാൽ വെള്ളാപ്പള്ളി നരസിംഹനകത്ത് പോകും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് തന്നെയാണ് പോറ്റിക്കെതിരെ ചാർജ് ചെയ്തത്. ഇത് തന്നെയാണ് നമ്മുടെ പത്മകുമാർ ചാർജ് ചെയ്തത്. 120B എല്ലാം അതിനകത്തുണ്ട്. ഈ അടക്കമുള്ള ഈ കുറ്റങ്ങൾ നോക്കുമ്പോൾ, അതായത് സർക്കാർ ഫണ്ട് ദുരുപയോഗം സംബന്ധിച്ച് നോൺ ബെയിലബിൾ വാറന്റഡ് പ്രതിയാണ് ശ്രീമൻ സതീശൻ പറയേണ്ടിയിരുന്നത്. സതീശൻ പറഞ്ഞാൽ കാർക്കറ്റ് പറഞ്ഞല്ലോ, വെള്ളാപ്പള്ളി നരസിംഹന്റെ കാറിനെ കുറിച്ച് പറഞ്ഞല്ലോ. ശരിക്കും അവിടെ പറയേണ്ടിരുന്ന കാർക്കറ്റ് ഇദ്ദേഹം വർഗീയവാദി പറഞ്ഞല്ല. വിജിലൻസിന്റെ വകുപ്പ് മുഖ്യമന്ത്രി, കേരളത്തിലെ വിജിലൻസ് ചുമതല കൂടിയുള്ള മുഖ്യമന്ത്രി, തൻ്റെ വകുപ്പിന്റെ കീഴിൽ വിജിലൻസ് കേസിലെ 124 കേസിലെ പ്രതി, 21 കേസിൽ കുറ്റപത്രം മാറ്റിവെച്ച് ചാർജ് അന്വേഷിച്ച് കൊടുത്ത ആൾ, 120B അടക്കം ഗുരുതരമായ കുറ്റാരോപിതനായ വ്യക്തിയെ കാൽക്കറ്റ് എന്തെങ്കിലും നിയമമുണ്ടോ? ഇന്ത്യയിലെ നിയമത്തിലൂടെ ശരിയാണോ? അത് മുഖ്യമന്ത്രി കാണി ശരിയാണോ? പക്ഷേ ഇവിടെ സതീശൻ പറയാൻ എന്താ? വർഗീയവാദം പറഞ്ഞതൊക്കെ നല്ല പറയേണ്ടത്. ശരിക്കും അതൊക്കെ അവർ ശരിക്കും എൻ്റെ ഇപ്പോഴത്തെ വെള്ളാപ്പള്ളി നരസിംഹൻ അവിടെയും ഒരു പൂശിയാണ്. അവിടെ പറയേണ്ട കാര്യം എന്താണ്? കേരളത്തിലെ ദൃഷ്ടിയിൽ 120B അടക്കമുള്ള നോൺ ബെയിലബിൾ വകുപ്പ് അടക്കം ചാർജ് ചെയ്യപ്പെട്ട ഒരു കുറ്റവാളിയാണ്, അല്ലെങ്കിൽ കുറ്റം ആരോപിക്കുന്ന വ്യക്തിയാണ് കൊണ്ടുപോയത്, കാർ കൊണ്ടുപോയത്. അതാണ് ഏറ്റവും വലിയ ഗുരുതരമായ പ്രശ്നം. ഇവിടെ നമ്മൾ ലഘൂകരിക്കാൻ പറഞ്ഞില്ല. അദ്ദേഹം വർഗീയ പ്രസംഗം ഒരാളെ കയറ്റുന്ന, വർഗീയ പ്രസംഗം ആളല്ല വേണ്ടത്. മുഖ്യമന്ത്രി ആരെന്ന് മനസ്സിലാക്കും. മുഖ്യമന്ത്രിയുടെ ചാർജ് എന്താണ്? വിജിലൻസിന്റെ വകുപ്പ് ചാർജ് ചെയ്യുന്ന മതി. ഏത് നിയമപ്രകാരം ചെയ്ത്, എവിടെയാണ് ആരെങ്കിലും ചോദ്യം ചെയ്ത്, ഏതെങ്കിലും കോടതി ചോദ്യം, ഏതെങ്കിലും ഒരു വ്യക്തി ചോദ്യം ചെയ്തിട്ടുണ്ടോ? ഒരാൾ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നുണ്ടോ? ഇവിടെയൊക്കെ പറയുന്നത് എന്താണ്? അദ്ദേഹത്തിന്റെ വർഗീയ, അതൊരു ഒരുമാതിരി സാമാന്യവൽക്കരിച്ചുകൊണ്ട് ഒരു സാധാരണ വർത്തമാനം പറയില്ല. അതായത് ഒരു ക്രിമിനൽ കേസിൽ പ്രതിയല്ലേ അദ്ദേഹം.
നിസ്സാരമാണ്. ആര് കേസ് ഇനി അത് കേസ് കൊടുത്ത ആരാ? കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തലതൊട്ടപ്പനായ VS അച്യുതാനന്ദൻ കൊടുക്കുക. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, പിണറായി വിജയൻ ചെയ്യുക, ഈ കാര്യം തെറ്റാണെങ്കിൽ അച്യുതാനന്ദൻ തെറ്റാണ് കേസ് ഏതൊരു മാപ്പ് പറയണ്ടേ? കേരളത്തിലെ പ്രബുദ്ധനായ 35 ലക്ഷത്തോളം വരുന്ന SNDP യോഗത്തിന്റെ തലവനായ വെള്ളാപ്പള്ളി നടേശനെ കൊടുത്ത കേസ് കള്ളക്കേസാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ മുഖ്യമന്ത്രി മാപ്പ് പറഞ്ഞു വെള്ളാപ്പള്ളി നടേശന് ഒന്നെങ്കിൽ, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യണ്ടേ? ഞാൻ വെള്ളാപ്പള്ളി നടേശനെ ഇക്കാര്യത്തിൽ ഞാൻ അന്ധമായിട്ട് വിമർശിക്കാൻ ആർക്കും ഇതില്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശന് കോടതിയിൽ പോയി മാറ്റണ്ടേ? ഏതായാലും കേരളത്തിലെ SNDPയുടെ തലവൻ ഒരു സംശയം നിലയിൽ നിൽക്കാൻ പാടില്ല. അദ്ദേഹം 10 വർഷമായി ഈ സംശയം നിലയിൽ നിൽക്കുന്നതുകൊണ്ടാണ് കേരളത്തിലെ പാവങ്ങൾക്ക് ആനുകൂല്യം കിട്ടുന്നില്ല. വെള്ളാപ്പള്ളി നടേശന്റെ പേരിൽ ഞാൻ വിവരാവകാശം തരാം. വെള്ളാപ്പള്ളി നടേശന്റെ പേരിൽ വിജിലൻസ് കേസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് കേരളത്തിലെ പിന്നോക്കക്കാർക്ക് ഈ വായ്പ സർക്കാർ നിശ്ചയിച്ചത്. ഈ പിണറായി വിജയന്റെ സർക്കാർ കേരളത്തിലെ പിന്നോക്കക്കാർക്ക് ഈ ആനുകൂല്യം നിശ്ചയിക്കും. കാര്യം പറയുന്നതാണ്, വെള്ളാപ്പള്ളി നടേശൻ എന്ന SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ പേരിൽ ക്രിമിനൽ കേസ് ഉള്ളതുകൊണ്ടാണ്. 10 വർഷമായിട്ട് കേസ് നീട്ടിക്കൊണ്ടത് ആർക്കാ ദോഷം? വെള്ളാപ്പള്ളി നടേശന് ദോഷം ഉണ്ടായിട്ടില്ല, അദ്ദേഹം ജയിലിൽ പോയിട്ടില്ല. സംഭവിച്ചാരാ? ഇവിടുത്തെ പട്ടിണിപ്പാവം ഈഴവ സമുദായത്തിൽപ്പെട്ട ആൾക്കാരെ കൊടുത്തു. ഞാൻ പറയുന്നു, പിണറായി വിജയന് താല്പര്യം ഉണ്ടെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ കേസ് ഒഴിവാക്കൂടന്നേ അല്ല വേണ്ടത്. ആരൊക്കെ കൊടുത്തു? ഇനി അങ്ങനെ വരുമ്പോൾ വലിയ കുഴപ്പമുണ്ട്. ആരാ കേസ് കൊടുത്തത്? കേരളത്തിലെ പാവങ്ങളുടെ പടത്തലമായി VS അച്യുതാനന്ദൻ കൊടുത്ത കേസാണ് ഈ കിടക്കുന്ന. ആ കേസ് അദ്ദേഹത്തിന്റെ ആത്മാവിന് ഒരു സ്നേഹം ഏതെങ്കിലും ഒരു CPM-കാരുണ്ടെങ്കിൽ പറയേണ്ടത് ഈ അദ്ദേഹം മരിച്ചു ഇത്ര നാൾ, അല്ലെങ്കിൽ അദ്ദേഹം കൊടുത്ത കേസ് 10 വർഷമായിട്ട് ഒരു FIR ഇട്ടതല്ലാതെ ഒരു കേസ് കൊടുക്കാൻ സാധിച്ചു? ഇപ്പോഴും കളിക്കുന്ന കാര്യം എന്താ? ഈ കേസിൽ ഒരു കാരണവശാലും കൊടുക്കരുത്. കൊടുത്താൽ എന്ത് പറ്റും? അകത്താവും. ഇത് അല്ലെങ്കിൽ മറച്ചു എനിക്ക് അല്ലെങ്കിൽ അത് പറഞ്ഞു എന്താ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും. എന്റെ പ്രതി ഈ ശരിക്കും കേന്ദ്ര ഗവൺമെന്റും അതായത് പിണറായി ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി അകത്താക്കാം. ഞാൻ പറയില്ലേ ഇപ്പൊ ഇദ്ദേഹം ഇപ്പൊ ഈ പറയുന്ന കേരളത്തിലെ അതായത് പരസ്പരം മുതുകെറിഞ്ഞു കൊടുക്കുകയാണ് അല്ലേ? അതായത് എന്റെ കേസിൽ താങ്കൾ എന്നെ അറസ്റ്റ് ചെയ്യാതിരിക്കാമെങ്കിൽ താങ്കളെ ഞാൻ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരാം എന്ന് പറയുന്നത് തെറ്റുണ്ടോ? അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ എന്താണ് കാര്യം? ഒന്നെങ്കിൽ അദ്ദേഹത്തിന് എൻ്റെ അഭിപ്രായത്തിൽ വെള്ളാപ്പള്ളി നടേശൻ ഈ 10 വർഷമായിട്ട് ഈ സംശയം നിർത്താൻ പാടില്ല. വെള്ളാപ്പള്ളി നടേശൻ കോടതിയിൽ പോകേണ്ട, അദ്ദേഹത്തിന് കാശില്ല, SNDP കാശില്ലേ, കാശ് കൊടുത്ത് കേസ് രക്ഷപ്പെട്ട് വരട്ടെ. എന്തിന് ഈ കേസ് നീട്ടിക്കൊണ്ട് പാവങ്ങളെ നിർദ്രോഹിക്കുന്നു? ഇത് ജനങ്ങൾ അറിയണ്ടേ? ഈ വിഷയം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പറയാറുണ്ടോ? ഏതെങ്കിലും മാധ്യമം ചർച്ച ചെയ്തിട്ടുണ്ടോ? ഇതല്ല ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ. വെള്ളാപ്പള്ളി നടേശന്റെ ഞാനിപ്പോഴും അടിവരയായിട്ട് പറയുന്നത്, വെള്ളാപ്പള്ളി നടേശൻ നിരപരാധിയാണെങ്കിൽ വെറുതെ ഇവിടെ പാവങ്ങൾ കാശ് കൊടുക്ക്. വെള്ളാപ്പള്ളി നടേശനെ വെറുതെ വിട്ടിട്ട് അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് മുഖ്യമന്ത്രി പിണറായി വിജയന് വെള്ളാപ്പള്ളി നടേശൻ നിരപരാധിയാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ എന്തുകൊണ്ട് പാവങ്ങൾ കാശ് കൊടുക്കുന്നില്ല? ഞങ്ങൾക്ക് സങ്കടമില്ല, പോട്ടെ. ഇപ്പൊ നാളെ പിണറായി വിജയൻ പറയും എനിക്കറിയാം വെള്ളാപ്പള്ളി നടേശന്, വെറുതെ വിട്ടോ. എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? അപ്പൊ ആരാണ് കുഴപ്പക്കാർ? ഇവർ തമ്മിൽ ജനങ്ങളെ പറ്റിക്കേണ്ട ആരാണ് കുഴപ്പം? വേണമെങ്കിൽ പിണറായി വിജയൻ പരസ്യമായിട്ട് പറയണത്. എന്തിനാ ഈ ഒളിച്ചു കളിയും? എന്തിനാണ് എനിക്കറിയാം വെള്ളാപ്പള്ളി നടേശൻ എന്താ ഗുരുവിന് തുല്യനാണ്, ഗുരു സന്ദേശം പ്രചരിപ്പിക്കുന്ന ആളൊക്കെ പറഞ്ഞില്ലേ? അങ്ങനെയുള്ള ആളെ പേര് പ്രതിയാക്കാൻ പറ്റില്ല, ഒഴിവാക്കേണ്ട കേസ് സർക്കാർ പിൻവലിക്കണമേ. അതല്ല ഒന്നും വേണ്ട, ഒന്നെങ്കിലും അങ്ങനെ ചെയ്യണം. എന്തിന് പാവങ്ങൾ വലിക്കുന്നു? ഈ കഞ്ഞിക്കരിയില്ലാത്ത പാവങ്ങൾക്ക് എന്തുകൂടി ആനുകൂല്യം നിഷേധിക്കുന്നതാണ് നമ്മുടെ ചോദ്യം.